ചൈനക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടാത്ത നാട്ടിൻപുറം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യം വളരെയധികം സംശയമാണ്. കളിപ്പാട്ടം മുതൽ കാറും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും വരെ ചൈനക്കാരുടെ തള്ളിക്കയറ്റമാണ് ഇന്ത്യയിലേക്ക്. ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും. ഇത് ഇന്ത്യയുടെ മാത്രം കഥയല്ല കേട്ടോ. ലോകത്തെ വിപണികളിലൊക്കെയും ഈ ചൈനീസ് ആധിപത്യം കാണാം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ചൈനയിലെ വിപണികളിലേക്ക് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം കീഴടക്കുന്നുണ്ടോ എന്ന കാര്യം വളരെയധികം സംശയമാണ്. എന്നാൽ ചൈനയിലെ വെള്ളിത്തിരകളിൽ ഇപ്പോൾ ഇന്ത്യൻ ആധിപത്യമാണെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ സിനിമകളിൽ ചൈനക്കാരെ ഏറെ ആകർഷിക്കുന്നത് തമിഴ് സിനിമകളാണ്. തമിഴ് സിനിമകൾക്ക് ചൈനയിൽ ഏറെ ആരാധകരുമുണ്ട്, പ്രത്യേകിച്ച് രജനീകാന്തിന്റെ സ്റ്റൈലിഷ് സിനിമകൾക്ക്. യന്ത്രനും റോബോ 2.0യും ചൈനയിൽ വൻ വിജയമായിരുന്നു. കോടികളാണ് ഈ സിനിമകൾ ചൈനയിൽ നിന്നും വാരിക്കൂട്ടിയതും. എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിറഞ്ഞ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിജയ് സേതുപതി നായകനായി നിതിൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത മഹാരാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ്. അടുത്തിടെയായി വില്ലൻ വേഷങ്ങളിലേക്ക് മാറിയ വിജയ് സേതുപതിയുടെ മുഴുനീള നായക വേഷമാണ് മഹാരാജയിൽ. അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ്, അഭിരാമി തുടങ്ങിയവരും വേഷമിട്ട ഈ ക്രൈം ത്രില്ലറിന് വൻ സ്വീകാര്യതയാണ് ഇപ്പോൾ ചൈനയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 40,000 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ആദ്യവാരം തന്നെ 41 കോടി കളക്ട് ചെയ്തു കഴിഞ്ഞു. യന്ത്രനും റോബോയും നേടിയതിനേക്കാൾ വലിയ നേട്ടമാണ് ഈ ചിത്രം കൈവരിച്ചിരിക്കുന്നത്. വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമാണ് മഹാരാജ. കിഴക്കൻ ലഡാക്കിന്റെ വിഷയത്തിലും ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്ന ഉടക്കിന് ശേഷം ചൈനയിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് മഹാരാജ. ചൈനയിൽ പണം വാരുന്ന ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ 13ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് മഹാരാജ. 20 കോടി ചിലവിട്ട് നിർമ്മിച്ച ചിത്രം ഇതിനോടകം തന്നെ 150 കോടിയാണ് കളക്ഷൻ നേടിയത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.